أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. സ്നേഹമുള്ളവരെ, സൂറത്തുൽ ഫജ്റിലെ 27 മുതൽ 30 കൂടിയ ആയത്തുകളാണ്. ഏറെ പേർക്കും മനപ്പാടമുള്ള വചനങ്ങളുമാണവ. ഇന്ന് നമ്മുടെ നാട്ടിലെ വാർത്തകളിൽ ഏറെ ഇടം പിടിച്ച് ചർച്ച ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ച ചെയ്യുന്ന ഒന്നാണ് 13-കാരിയായ പെൺകുട്ടി വലിയച്ഛനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതും, അവർ വീടിൻ്റെ പിന്നിലൂടെ വന്ന് കൊല നടത്തി അതിൻ്റെ വീഡിയോ പെൺകുട്ടിക്ക് പകർത്തി കൊടുത്തതും, രാവിലെ പ്രാതൽ സമുചിതമായി കഴിച്ച് പിരിഞ്ഞു പോയതുമൊക്കെയാണ് ഇന്നത്തെ വാർത്ത. ഇന്ന് മനുഷ്യബന്ധങ്ങൾക്കും മനുഷ്യൻ പരമ്പരാഗതമായി മൂല്യം കൽപ്പിച്ചിരുന്ന മൂല്യത്തിനുമൊക്കെ ഏറെ വിലയിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കാരണം എല്ലാവരുടെയും മുമ്പിലുള്ളത് AI, റോബോട്ടിക് ടെക്നോളജി, അതുപോലെ തന്നെ വലിയ രൂപത്തിലുള്ള ആപ്പുകളും റീലുകളും ഷോർട്ടുകളുമൊക്കെയാണ്. ജീവിതത്തിലെ ആനന്ദത്തിൻ്റെ മേഖലയായി കണ്ടെത്തുന്നതും ലക്ഷ്യമായി പരിഗണിക്കുന്നതും ഇതൊക്കെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ സംസാരം കുറഞ്ഞൊരു കാലം, വീടിൻ്റെ അകത്തളങ്ങളൊക്കെ മൗനിയായി മാറിയൊരു കാലം. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഗൂഗിൾ തന്നെ പുറത്തുവിട്ട കണക്ക് പ്രകാരം കൗമാരക്കാർ 95%, യുവാക്കൾ 84% ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലൈവായി നിലകൊള്ളുന്നവരാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്ന് ടോയ്ലറ്റിൽ പോകുമ്പോൾ വരെ ഈ ഡിവൈസ് കയ്യിൽ പിടിച്ചാണ് ആളുകൾ പോവുക. ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് പോലും ഇത് കൈ ഒഴിവാക്കാൻ കഴിയാത്ത അത്രയും നമ്മെ അത് പിടിമുറുക്കിയിരിക്കുന്നു. പള്ളിയിൽ പോകുമ്പോഴും ഇപ്പോൾ യാത്രക്കാരൊന്നും അല്ല വിചാരിക്കുക, ഒരു 10-100 മീറ്റർ അപ്പുറത്തുള്ള പള്ളിയിലേക്ക് പോകുമ്പോൾ പോലും ഈ ഡിവൈസ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോകുക. മരണ വീടുകളിലും കല്യാണ വീടുകളിലുമൊക്കെ ആളുകളുടെ ടൈം പാസ് ഇതാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ പരിസരത്തും എന്തു നടക്കുന്നു എന്ന് ആളുകൾ അറിയുന്നതും ഇതിലൂടെയാണ്. അയൽവശത്ത് മരിച്ചാലും മരണവാർത്ത നോക്കിയിട്ടാണ് നമ്മൾ അറിയുക. തൊട്ടടുത്ത ഒരു കല്യാണത്തിനോ കട ഉദ്ഘാടനത്തിനോ ക്ഷണിച്ചാൽ നമ്മൾ പറയും, ആ ലൈവ് ലൊക്കേഷൻ അയക്കുന്ന പറയും. നമ്മളെ നാട്ടിൽ തൊട്ടപ്പുറത്തുള്ളൊരു കട പോലും നമുക്കറിയില്ല, പറഞ്ഞു കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗം നമ്മൾ ആ ലൊക്കേഷൻ അയച്ചേക്ക്. അങ്ങനെ ഗൂഗിളിൻ്റെ മാപ്പില്ലായിരുന്നുവെങ്കിൽ എവിടേക്കും നടക്കാൻ കഴിയാത്ത രൂപത്തിൽ തിരിച്ചറിയപ്പെടാത്ത ഒരു ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ്റെ സന്തോഷം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വകാര്യതകൾ പങ്കുവെക്കലാണിപ്പോൾ. ഇപ്പോൾ കല്യാണം ചെയ്ത അന്ന് മുതൽ ഭാര്യയെ ആലിംഗനം ചെയ്യുന്നതും ഭാര്യ എടുത്ത് പൊക്കുന്നതും ഒക്കെ ലൈവായി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗ്രഹപ്രവേശ ചടങ്ങ് മുതൽ വീടിൻ്റെ A to Z ഒക്കെ കഥകളായി, റീലുകളായി, വീഡിയോ ആയി ചിത്രീകരിച്ച് വിടുന്നൊരു കാലം. ഈ കാലത്ത് മക്കളുടെ ശ്രദ്ധയിൽ മാതാപിതാക്കൾക്ക് നല്ല ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. മാതാപിതാക്കളുടെ
കാര്യങ്ങൾ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നിടത്ത് മക്കൾക്കും ഇതൊരു ശല്യമായി തീരാൻ തുടങ്ങിയിട്ട് കാലമാറയായി. അങ്ങനെ നാട്ടിലൊക്കെ ഒരു നിഷ്ക്രിയത്വവും ഒരു നിസ്സംഗതയും. ഈ പോക്ക് പോയാൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് വെറുതെ ഇരുന്ന് ആലോചിച്ച് നോക്കാലോ. ഈ പോക്ക് ഇപ്പോൾ നമ്മളെ മക്കൾ ഈ പോകുന്ന പോക്ക് തുടർന്നുകൊണ്ട് പോയാൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ എന്താണ് സ്നേഹം, എന്താണ് തിരിച്ചറിവ്, എന്താണ് ക്ഷമ, എന്താണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ തരണം ചെയ്യേണ്ടത്, ഒന്നും അറിയാത്ത ഒരു തലമുറ രംഗത്ത് വരും. യഥാർത്ഥത്തിൽ ഇങ്ങനെ വരുമ്പോൾ മലയാളത്തിലെ ഒരു കവി ഈ അടുത്ത കാലത്ത് എഴുതിയ വലിയൊരു കവിതയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മുഖലോകം എന്നാണ് ആ കവിതയുടെ പേര്. അതിൽ അദ്ദേഹം രാവിലെ ഒരാളുടെ ദിനചര്യ തുടങ്ങുന്നത് കൊണ്ടാണ് ആ കവിത ആരംഭിക്കുന്നത്. കാലത്ത് എഴുന്നേറ്റ് ഫേസ്ബുക്ക് തുറന്നു, ജാപ്പാനിലെ സുഹൃത്തിനോട് ഹായ് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് ചെയ്ത ഒന്നാമത്തെ പരിപാടിയാണ്. ജാപ്പാനിലെ സുഹൃത്തിനോട് ഹായ് പറഞ്ഞു. ജർമ്മനിയിലെ സുഹൃത്തിൻ്റെ വിശേഷങ്ങൾ തിരക്കി. ബ്രസീലിലെ സുഹൃത്തിൻ്റെ പ്രൊഫൈൽ ഫോട്ടോക്ക് കമൻ്റ് ചെയ്തു. കാനഡയിലെ സുഹൃത്തിനോട് ഇപ്പോൾ വായിക്കുന്ന നോവലിനെ കുറിച്ച് ചർച്ച ചെയ്തു. പാരീസിലെ പെൺസുഹൃത്തിൻ്റെ പട്ടിക്കുഞ്ഞിനിടാനുള്ള പേര് നിർദ്ദേശിച്ചു. അദ്ദേഹം ഒരു ദിനേന ചെയ്യുന്ന സംഗതികൾ ഇങ്ങനെ കവി സൂചിപ്പിക്കുകയാണ്. ഇംഗ്ലണ്ടിലെ സുഹൃത്തിനോട് ആധുനിക സമൂഹത്തിലെ മൂല്യച്യുതിയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോഴാണ് അപരിചിതനായ ഒരാൾ വീട്ടിലേക്ക് കടന്നു വന്നത്. കടന്നു വന്ന വ്യക്തി എന്ത് ചെയ്തു? അയൽവാസിയാണെന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്തി. നിങ്ങൾ തൊട്ട അയൽവക്കത്ത് താമസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ലയിച്ച ആളെ പരിചയപ്പെടുത്തുക. എന്ന് അദ്ദേഹം പറഞ്ഞു, അപരിചിതനായതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ തിരിച്ചയച്ചു. കഷ്ടം, അയാൾ ഉറുഗ്വേയിലോ സ്വിറ്റ്സർലൻഡിലോ ആംസ്റ്റർഡാമിലോ ആയിരുന്നെങ്കിൽ എന്ന് സംസാരിച്ചിരിക്കാമായിരുന്നു. ഇതാണ് ആ കവിതയുടെ അവസ്ഥ. അദ്ദേഹം ഉറുഗ്വേയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നുവെങ്കിൽ അയാളോട് സംസാരിച്ചിരിക്കാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുഖലോകം എന്ന കവിത അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ജയിലിൽ നിന്ന് നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ജയിലിലെ കാലാവധി തീർന്നിരിക്കുന്നു. യു ക്യാൻ ഗോ മിസ്റ്റർ ബഷീർ, ബഷീർ നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ അവധി തീർന്നിരിക്കുന്നു, യു ആർ ഫ്രീ നൗ, നിങ്ങൾ ഇന്ന് മുതൽ ഫ്രീ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചു, പോയിട്ടെന്താ? ജയിലിലാണെങ്കിൽ മിണ്ടിപ്പറയാൻ നാരായണിയെങ്കിലും ഉണ്ടായിരുന്നു. ജയിലിൽ നിന്ന് പോയാൽ ആരോടാണ് എന്താണ് മിണ്ടുന്നത്? അതുകൊണ്ട് പുറം ലോകത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ജയിലാണ് എന്ന് പറയുന്ന ബഷീറിൻ്റെ ചിന്ത അവതരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ലോകം ഈ പോക്ക് ഇങ്ങനെ പോകുമ്പോൾ എന്താണെന്നറിയങ്ങൾ, ആളുകൾ ഇപ്പം ഈ കൊലപാതകത്തിൻ്റെയും ചുരുളുകളിൽ നീ വരുമ്പോൾ പറയുന്നത് ഐഫോൺ വാങ്ങാൻ വേണ്ടിയും ബൈക്ക് വാങ്ങാൻ വേണ്ടിയുമാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന്. നമ്മുടെയൊക്കെ മക്കളുടെ ഈ തലമുറയുടെ ആഗ്രഹം ആഗ്രഹിച്ച രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ, ആഗ്രഹിച്ച സംഗതികളൊക്കെ മാതാപിതാക്കൾ വാങ്ങിത്തന്നില്ല എങ്കിൽ ആ മാതാപിതാക്കൾ മോശമാണ്, ആ വീട് മോശമാണ്, ഈ ജീവിതം വൃഥയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തേക്ക് വളരുകയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ ആത്മഹത്യകളും കൊലപാതകങ്ങളൊക്കെ പെരുകി വരുന്നതിൻ്റെ ഒരു കാരണം. മറിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ മക്കളെ നമ്മൾ നോ പറയേണ്ടടുത്ത് പറയാനും അത് കേൾക്കാനും അനുസരിക്കാനും അവർക്കുള്ള പക്വതയുണ്ടാവണം. നിങ്ങളെ നോക്കൂ, ഇപ്പോൾ ഒരു പൂള നട്ട് കഴിഞ്ഞാൽ നമ്മൾ പൂളയുടെ കമ്പെടുത്ത് കുത്തിക്കഴിഞ്ഞാൽ മുരട്ട് തന്നെ വളം വെച്ച എന്താ ഉണ്ടാവുക? തടിച്ചൊരു കിഴങ്ങ ഉണ്ടാവുക, നീളുണ്ടാവില്ല. പൂളമരത്തിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് നീട്ടിയാണ് വളരുന്നതെങ്കിൽ അത്രയും സ്ഥലത്ത് നീണ്ടു പോകുമ്പോൾ വേര് നീളമുള്ളത് കൊണ്ട് നീളമുള്ള പൂള ഉണ്ടാവും. എപ്പോഴും പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോഴാണ് കരുത്തുറ്റ ആർജവമുള്ള ഒരു തലമുറ രംഗത്ത് വരിക.
അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുക. ഇപ്പോൾ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള പ്രശ്നങ്ങൾ എന്നൊരു ചോദ്യം, ഹൗ ടു അവോയ്ഡ് ദം, എങ്ങനെയാണ് അതൊക്കെ ഒഴിവാക്കുക? അതിലൊന്നാമത് പറയുന്നത് ഉദാസീനമായ പെരുമാറ്റമുണ്ടാകുന്നു എന്നാണ്. ആരോടെങ്ങനെ പെരുമാറണം എന്നറിയില്ല, ആരോടെന്ത് സംസാരിക്കണം എന്നറിയില്ല, പ്രായമുള്ളവരെങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയില്ല. അതൊക്കെയാണ് ഇതുണ്ടാക്കുന്ന ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത്, നമുക്കൊക്കെ ചെലവില്ലാതെ കിട്ടുന്നൊരു അനുഗ്രഹമാണ് ഉറക്കം എന്ന് പറഞ്ഞു. ഉറങ്ങാൻ വേണ്ടിയിട്ട് ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, കിടന്നു കൊടുത്താൽ മതി. പക്ഷെ മനുഷ്യൻ കിടക്കൂല. ഇതിൻ്റെ പിന്നാലെ രാത്രി 2 മണിയും 3 മണിയും വരെ ഇതിലാണ് ആളുകൾ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് സ്വസ്ഥമായി കിട്ടേണ്ട ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ ഡിപ്രഷനും ടെൻഷനും ഒക്കെ ആളുകൾക്ക് ജീവിതത്തിൽ സമ്മാനമായി കിട്ടുകയാണ്. അല്ലാഹ് നമുക്ക് ഔദാര്യമായി തന്ന ഉറക്ക് നഷ്ടപ്പെട്ടപ്പോൾ വാഹന അപകടങ്ങൾ പെരുകാൻ വരെ ഒരു കാരണം രാത്രി ഉറങ്ങാതെ പകൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്നതാണ് എന്നൊരു പഠനത്തിൽ ഞാൻ വായിച്ചു. മൂന്നാമത്തത്, മനുഷ്യരുടെ മുഖാമുഖ ബന്ധങ്ങൾ ഇല്ലാതാവുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എനിക്ക് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ 1000കണക്കിന് ഫ്രണ്ട്സ് ഉണ്ടാവും. ഞാൻ അവരെ ആരെയും കണ്ടിട്ടില്ല, അവരെന്നെയും കണ്ടിട്ടില്ല. പക്ഷെ ഓരോരുത്തരും ഇങ്ങനെ റിക്വസ്റ്റ് തരും. ആ റിക്വസ്റ്റ് നമ്മളങ്ങനെ ഓക്കെ ആക്കിയാൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും നമുക്ക്. പക്ഷേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ പഠിച്ച കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടാവും. പക്ഷെ അവരോട് ഒന്ന് ഹായ് പറയാൻ സമയമില്ലാത്ത അത്രയും നമ്മൾ തിരക്കിലായി മാറുന്നു എന്നതാണ് പ്രശ്നം. പിന്നീട് സാമൂഹിക താരതമ്യമാണ് ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത്. അതിൽ അദ്ദേഹം എഴുതുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു വെക്കേഷൻ വരുമ്പോൾ ഇപ്പോൾ ഓരോ ഫാമിലി അവർ കാലിഫോർണിയയിലെത്തിയത്, അവർ സ്വിറ്റ്സർലാൻഡിലെത്തിയത്, അങ്ങനെ ഓരോ രാജ്യത്ത് അവരിങ്ങനെ എത്തിപ്പെട്ടിട്ട് അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ റീലാക്കി വിടുകയാണ്. അപ്പം നമ്മുടെ മക്കൾ എന്താ ഇപ്പം നമ്മളെ ജീവിതത്തിൻ്റെ കഥ, നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ എവിടെയും പോയിട്ടില്ലല്ലോ, നമ്മളെ ജീവിതം നശിച്ചു തന്നെയാണ്, നമ്മൾക്കൊന്നിനും കഴിയാത്ത, ഒന്നിനും കൊള്ളാത്തൊരു ജീവിതമാണ് നമ്മുടേത്. ഈ സാമൂഹ്യ താരതമ്യം കൊണ്ടുണ്ടാകുന്നൊരവസ്ഥയാണ്. വീടും വാഹനവും ഒക്കെ അങ്ങനെ താരതമ്യം ചെയ്ത് പോകുമ്പോഴുണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലാതാകുന്നു. അപ്പം ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും ഡിഗ്രികളും ഒക്കെ ഉള്ളൊരു കാലത്ത് മനുഷ്യൻ നല്ല തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷെ ഇല്ലാതെ പോകുന്നത് ഇതാ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, മദ്യത്തെക്കുറിച്ച്, ഈ ലഹരിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ കാലത്ത് സഹാബികൾ ചോദിച്ചു, നമ്മളെ മതത്തിൽ ഇതിൻ്റെ തീരുമാനം എന്താ? അല്ലാഹ് പറഞ്ഞു, ഇസ്മുഹമ അക്ബറു മിൻ നഫ്ഇഹിമ, അതിന് ഉപകാരമുണ്ട്. ആദ്യം അല്ലാഹ് പറഞ്ഞു, അവർ നിന്നോട് മദ്യത്തെക്കുറിച്ച് ചോദിക്കുന്നു, കുൽ ഫീഹിമ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ്, ഉപകാരമുണ്ട് ഉപദ്രവമുണ്ട്. കള്ള് കുടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് അല്ലറ ചില്ലറ ഉപകാരമുണ്ട് ഉപദ്രവമുണ്ട്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, അതിലെ ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ് എന്ന്. ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റിനൊക്കെ കുറ്റം പറയുമ്പോൾ നമ്മൾ പറയുക, നിങ്ങളെ കയ്യിലും ഇല്ലേ മൊബൈൽ? ആളുകൾ ചോദിക്കുമല്ലോ, നിങ്ങളിപ്പോൾ ഇതിൻ്റെ ആനുകൂല്യം പറ്റുന്നില്ലേ? നിങ്ങളെ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, നമ്മളെ കറണ്ട് ബില്ലടക്കാൻ ഒന്നും ക്യൂ നിൽക്കണ്ട, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. നമ്മളെ ബാങ്കിൽ പണം വന്നോ, നമ്മളെ പണം എത്ര ഉണ്ട് ബാക്കി, ഇതൊക്കെ നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നമ്മളെ മൊബൈൽ ഉപയോഗിച്ചിട്ടാണ്. ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇത് ഈ മനുഷ്യരൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ രീതിശാസ്ത്രം അറിയാതിരുന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്ര മിനുസമുള്ള നമ്മുടെ ഈ മൊബൈൽ എത്ര കുടുംബത്തെ കണ്ണീരാക്കിയിട്ടുണ്ട്, എത്ര ദാമ്പത്യം ശിഥിലമായിട്ടുണ്ട്, എത്ര മക്കൾ ക്രൂരന്മാരായി മാതാപിതാക്കളെ തന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, എത്ര മനുഷ്യബന്ധങ്ങൾ തളർത്താനും ഊഹാപോഹങ്ങൾ ഉണ്ടാക്കാനും ഇത് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഏതൊരു സംഗതിയും ഏതൊരു പുരോഗതിയെയും ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് ഇത് നന്മയും തിന്മയുമായി മാറുന്നത്.
ആ വസ്തുതയല്ല പ്രശ്നം. ആ വസ്തു ഉപയോഗിക്കുമ്പോൾ ഹലാൽ എന്താണ്, ഹറാം എന്താണ്, ഇതെൻ്റെ നാഥന് ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയാണോ? വ ഇന്ന അലൈക്കും ലഹാഫിലീൻ കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ എന്നെ നിരീക്ഷിക്കാൻ വേണ്ടി അന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ അറിയാതെയും അവരുടെ നിരീക്ഷണത്തിൽ പെടാതെയും ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊരു ബോധ്യം ഉണ്ടാവുമ്പോൾ ഏത് മേഖലയിലൂടെ പോകുമ്പോഴും അവനെ ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് അള്ള നിരീക്ഷിക്കുന്നുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റഖീബും അതീദും രേഖപ്പെടുത്താതൊരു വാക്കുപോലും നിങ്ങൾ ഉച്ചരിക്കുന്നില്ല. അള്ള പറഞ്ഞല്ലോ, വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നമ്മളാ പടച്ചത്. വനഅലമു മാ തുവസ്വിസു, അവൻ്റെ മനസ്സിൻ്റെ വസ്വാസുകൾ മർമ്മര ശബ്ദം വരെ അള്ളാഹ്ക്ക് അറിയും. അങ്ങനൊരു ഈമാൻ നമ്മെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഇത്തരം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും 1-2 വട്ടം ആലോചിക്കും. ഇത് പറഞ്ഞതുകൊണ്ട്, ഇത് ഷെയർ ചെയ്തതുകൊണ്ട്, ഇത് ഞാൻ ഫോർവേഡ് ചെയ്തതുകൊണ്ട് എന്താണ് ഉണ്ടാകുന്ന ഗുണം, ഖൈറാണോ ഷർറാണോ എന്നൊരു വിശ്വാസി ചിന്തിക്കുമ്പോഴാണ് വിശ്വാസം ഇക്കാലത്തും ഏറെ പ്രോജ്വലമായി തീരുന്നതും അത് ജീവിതത്തിന് ബേക്കപ്പ് നൽകുന്നൊരു വിശ്വാസമായി മാറാൻ നമ്മുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോഴാണ് ഈ ലോകത്തും തിരിച്ചു പോകുമ്പോൾ അള്ള പറഞ്ഞല്ലോ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തിയുടെ ആത്മാവേ അള്ളാഹുവിലേക്ക് മടങ്ങിക്കോളൂ. ഇർജിയ റബ്ബിക്ക് റാളിയത്തം മർലിയ, തൃപ്തമായ നിലയിൽ തൃപ്തിപ്പെട്ട അവസ്ഥയിൽ മടങ്ങി